അമ്മ ഇത് ചായ. എത്ര നേരമായിടി എന്നോട് ചായ ചോദിച്ചിട്ട്? ഇജ്ജ് ഇപ്പോഴാണ് കൊണ്ടുവരുന്നത്? അടുക്കളയില് പണി ഉണ്ടായിരുന്നു, നല്ല തിരക്കായിരുന്നു, അതാണ് ചായ കൊണ്ടുവരാൻ നേരം വൈകിയത്. അല്ല, ഇത് ചായയാണോ പച്ചവെള്ളമാണോ ഇജ്ജ് കൊടു നിക്കണത്? എന്താ ചായയാണ് ഇജ്ജ് കൊടുന്ന് തന്നിക്കണത്? എനിക്ക് വേണ്ടത് കൊണ്ടുപോ. മോനെ, ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചപ്പോ ഓള് കൊടുന്നിട്ട് എന്റെ മേത്തേക്ക് വെളിച്ചെറിഞ്ഞത്, ആ ചായ ഗ്ലാസ് ഒന്നാകെ ഓൾ അങ്ങോട്ട് വെളിച്ചെറിഞ്ഞ്. ഞാൻ ഒരു ഗ്ലാസ് ചായ ചോദിച്ചിട്ടുള്ളൂ. എന്നടി ഉമ്മാനങ്ങനൊക്കെ കാട്ടണ്ട ജി? ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലക്കാ. ഞാൻ അങ്ങനെ ചെയ്യൂ മോനെ? ഓള് അഹങ്കാരിയാണ് ഓള്. ഞാൻ എന്റെ പെറ്റമ്മല്ല ഞാൻ മോനെ. ഓള് പറഞ്ഞാ കേൾക്കാത്തോളാണ്. അത് ജി ആദ്യം ഒന്ന് മനസ്സിലാക്കുക ഓളെ സ്വഭാവം എന്താണെന്ന്. നല്ല ഒന്ന് കൊടുക്കട ഓളെ മോന്തക്ക്. ഉമ്മാനോട് ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ ജി? അനക്ക് എന്നുള്ളത് ഞാൻ കാണും. ഇവിടുന്ന് അടിക്കണ്ട, അയൽവാസികൾ കണ്ട മോശമാണ്. റൂമിൽ കൊണ്ടുപോയിട്ടിട്ടേ 4 അങ്ങോട്ട് കൊടുക്കുവാണേ, എന്നാലേ ശരിയാവുള്ളൂ, ഓള് നന്നാവുള്ളൂ. ഓടി ഇവിടെ. എടി, ഞാൻ വരുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും കണ്ടു. പിന്നെ അവിടെ വെച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞ അതൊന്നും കൂടി സീനാവും. അപ്പൊ സംഗതി വഷളാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറച്ചു വെച്ചത്. എന്നോട് ക്ഷമിക്കരുത്. അതൊന്നും സാരല്ലക്ക, എനിക്ക് അതൊക്കെ ശീലക്കാം. എനിക്ക് വേണ്ടിയിട്ട് അല്ല, ഓളെ ഞാൻ അടിക്കാൻ പറഞ്ഞപ്പോ ഇജ്ജ് ഓളോട് കൊഞ്ചു കൊഴിയാടാ പെങ്കൂസ. അനക്ക് അടിക്കാൻ ധൈര്യമില്ല ഇനി പറയും. ഞാൻ അടിക്കട ഓളെ ഞാൻ അടിക്കാം. വിട് വിടാ. തൊട്ടു പോകരുത് അവളെ. ഞാൻ വരുമ്പോ ഇവിടെ നടന്നതെല്ലാം ഞാൻ കണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ മുണ്ടാതിരുന്നത്. എല്ലാം സഹിച്ചു ക്ഷമിച്ചു ഇവിടെ ഒരുപാട് കാലമായി പറയുന്നത്. പക്ഷെ ഞാൻ നിങ്ങളെ വിശ്വസിച്ച്, അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എടി, നിന്റെ മോനക്ക് എന്ത് കൈവശാടി ഇജ്ജ് കൊടുത്തത്? ഇജ്ജ് മോനെ കൈക്കലാക്കിയില്ലേ? ഞാൻ അണക്ക് വെച്ചിട്ടുണ്ട്, എന്നെ ഞാൻ വെറുതെ വിടൂല. ഇജ്ജ് നോക്കിക്കോ, ഇതിനൊക്കെ ഞാൻ പകരം വീട്ടിട്ടേ ഉമ്മ നിൽക്കുള്ളൂ. ഞങ്ങൾ ഇന്നെ വീട് മാറണ ഒരു വാടക വീട് നോക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് മാറണം. ഞങ്ങളിവിടെ ഇവിടെ കാണുമ്പോഴേ നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ളൂ. ഇനി അത് ഉണ്ടാവണ്ട.